ക്രൂരപീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നിട്ടും പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെയും CV വടവനെയും തൊടാൻ ഭയന്ന പോലീസ് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെയും തിരുവല്ല സത്യം മിനിസ്ട്രീസിലെയും നിയമലംഘനങ്ങൾ പുറത്തു വന്നിട്ടും നിയമത്തെ വെല്ലുവിളിച്ച് വിലസുകയാണ് ഈ ക്രിമിനലുകൾ. അതേസമയം ഇരുവർക്കുമെതിരെ വാർത്ത നൽകിയ ജനം ടിവിക്കെതിരെ വ്യാജ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇവരുടെ അനുയായികൾ. ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയുടെ മറുപടി. വിവരങ്ങളുമായി ഗോകുൽ രമേശും വീണ MS ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഗോകുലിലേക്ക് പോകാം. ഗോകുലെ, ക്രൂര പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നിട്ടും പാസ്റ്ററിനെ തൊടാൻ ഇവിടെ ഒരു പോലീസ് സംവിധാനത്തിനും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ നിയമ സംവിധാനത്തിനെയും ഈ സർക്കാരിനെയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുക്കുന്നത്. എന്തുകൊണ്ടാണ് പാസ്റ്ററിനെ തൊടാൻ ഇവിടുത്തെ പോലീസിന് കഴിയാത്തത്? ആരാണ് പോലീസിന്റെ കണ്ണിങ്ങനെ മൂടിക്കെട്ടിയിരിക്കുന്നത്? ഗോകുലെ, അശ്വതി, അത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇയാളെ തൊടാൻ പത്തനംതിട്ടയിലെ പോലീസിന് ഭയം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അയാളുടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം ഒക്കെ തന്നെ ആയിരിക്കും അയാളെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത്. പോലീസിന് മേൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഇത്തരത്തിലൊരു പിന്നിൽ നിന്നുള്ളൊരു വലിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതല്ല എങ്കിൽ അത്രമാത്രം ഗൗരവപൂർണ്ണമായിട്ടുള്ള പരാതികൾ ഈ രണ്ട് ആളുകൾക്കെതിരെയും, പ്രത്യേകിച്ച് ബിനു വാഴമുട്ടത്തിനെതിരെയും അതോടൊപ്പം തന്നെ ഈ സത്യം മിനിസ്ട്രീസിലെ ബ്രദറായിട്ടുള്ള CV വടവനക്കെതിരെയും ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് പോലീസിന്. പക്ഷേ ആ പരാതികളിന്മേൽ യാതൊരു നടപടിയും എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2 ആഴ്ചയിൽ മേളിലായി ഈ രണ്ട് പരാതികളും ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ബിനു വാഴമുട്ടത്തിനെതിരായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നേരിട്ടതായിട്ടുള്ള പരാതികൾ, അയാളുടെ ഭാഗത്ത് നേരിട്ടതായിട്ടുള്ള പരാതികളൊപ്പം ലൈംഗിക അതിക്രമണം അടക്കമുള്ള പരാതികളുണ്ടായി, വധഭീഷണി അടക്കമുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്മേൽ കൃത്യമായിട്ട് പത്തനംതിട്ട SP അടക്കം പരാതികൾ ചെന്നതാണ്. പക്ഷേ ഇതുവരെയും ഒരു നീക്കുപോക്ക് ആ പരാതിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ നിരാശാജനകമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ അധികാരികളുടെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ ഒരു സ്വാധീനം, സഹായം ഈ ബിനു പാസ്റ്റർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരവും ആ രീതിയിൽ തന്നെയുള്ള അനുമാനങ്ങളിലേക്ക് എത്താൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഇത്തരത്തിൽ പല ഉദ്യോഗസ്ഥർക്കും ഇയാൾക്കെതിരായിട്ട് കേസെടുക്കണമെന്ന് കൃത്യമായിട്ട് നിയമം അനുശാസിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്കതിന് സാധിക്കുന്നില്ല. അതിന് കൃത്യമായിട്ട് മേൽ അധികാരികളിൽ നിന്നും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുമൊക്കെ നിർദ്ദേശമുണ്ട് കൃത്യമായിട്ട് ഇയാളെ സംരക്ഷിക്കണമെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് അവർക്ക് നീങ്ങാൻ സാധിക്കാത്തത്. അതേപോലെ തന്നെയാണ് നിലവിൽ ഈ തിരുവല്ലയിലെ സത്യം മിനിസ്ട്രീസിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. ആ സ്ഥാപനത്തിലെ അതിൻ്റെ ഉടമയായിട്ടുള്ള ബ്രദർ CV വടവൻ, അയാൾ ക്രൂരമായിട്ട് ലൈംഗിക പീഡനത്തിന് പെൺകുട്ടിയെ ഇരയാക്കി എന്നുള്ള രീതിയിൽ ഔദ്യോഗികമായിട്ട് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ പരാതി പോലീസിന് ലഭിക്കുകയും അതിന്മേൽ തിരുവല്ല പോലീസ് FIR ഇടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഇയാൾക്കെതിരായിട്ട് സ്വീകരിക്കുവാനായിട്ട് തിരുവല്ല പോലീസിനും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. FIR ഇട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളെ പിടികൂടുന്നതിനോ അല്ലെങ്കിൽ ഇയാളെ കണ്ടെത്തുന്നതിനോ വേണ്ടിയിട്ട് പോലീസ് മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്നില്ല. ഇയാൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് തിരുവല്ലയിൽ നിന്ന് തന്നെ മാറിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ രീതിയിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാളെ പിടികൂടുവാനായിട്ട് എന്തായാലും തിരുവല്ല പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. ഒപ്പം ആ പെൺകുട്ടി ഇത്തരത്തിൽ വളരെ നിരാശ നമ്മളോട് അല്പം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ പോലും പങ്കുവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അത് പോലീസിനെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടും തെളിവുകൾ സഹിതം പോലീസിൽ പരാതി നൽകിയിട്ടും ഇത്തരത്തിൽ അയാൾ വീണ്ടും സംരക്ഷിക്കപ്പെടുകയാണ്. ഒപ്പം നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു വലിയ നിരാശ ആ പെൺകുട്ടിക്കും അവരുടെ അഭിഭാഷകയ്ക്കുമൊക്കെ ഉണ്ട്. അവർ നമ്മളോട് ആ കാര്യം കൃത്യമായിട്ട് പങ്കുവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ നാട്ടിലെ ഭരണ സംവിധാനം ഈ രീതിയിൽ സാധാരണക്കാർക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ക്രൂരമായിട്ട് ഈ രീതിയിൽ പീഡനങ്ങൾ നടത്തുന്നവരെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളും ഒപ്പം നീതി നിർവഹണ സംവിധാനങ്ങളും ഒക്കെ കൂട്ടുനിൽക്കുകയാണ്. ഭരണ സംവിധാനങ്ങളടക്കം അതിനെല്ലാം ഒത്താശയും ചെയ്തുകൊണ്ട് ഈ പ്രതികളെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ശ്രുതി, ശരിയാ ഗോകുലെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഇടപെടുകയാണ് നമ്മൾ സജീവമായി തന്നെ ജനം TV. അപ്പോൾ ജനം TVക്കെതിരെ വ്യാജ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് സമൂഹത്തിലൊരു തെറ്റിദ്ധാരണ കൂടി പരത്തുകയാണ് ഇവരുടെ അനുയായികൾ. അതിന്റെ പിന്നിലെ ഈ കറുത്ത കരങ്ങൾ എന്ന് പറയുന്നത് ഈ ബിനു വാഴമുട്ടമൊക്കെ തന്നെയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി? തുടർച്ചയായിട്ട് വാർത്തകൾ നൽകി അതിൻ്റെ വിരോധത്തിൽ ജനം TVക്ക് നേരെ വലിയ ഭീഷണി അടക്കം അയാളും അയാളുടെ അനുയായികളും ചേർന്ന് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സംഭവങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ രീതിയിൽ ജനം TVയുടെ വാർത്തകൾക്കെതിരായിട്ട്, ജനം TVക്കെതിരായിട്ട് വ്യാജ നെറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനം TVക്കെതിരെ പ്രതിഷേധ യോഗങ്ങളൊക്കെ ഇപ്പോൾ പലയിടത്തായിട്ട് ഈ പാസ്റ്ററുടെ അനുകൂലികൾ നടത്താനായിട്ട് തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ജനം TVക്കെതിരെ വലിയ ഭീഷണി മുഴക്കിയ ഷിജു പാലിയോട് എന്ന് പറയുന്ന ആ യൂട്യൂബർ, അയാളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം പാലിയോട് ഇത്തരത്തിൽ
പ്രാർത്ഥനാ പ്രതിഷേധ യോഗം എന്നുള്ള രീതിയിൽ ജനൻ ടി വിക്കെതിരായിട്ട് വ്യാജ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാനായിട്ടൊക്കെ ഒരുങ്ങുന്നത്. അതായത് ഈ ബിനു പാസ്റ്ററെയും അയാളുടെ വഴിവിട്ട ഇടപാടുകളെയും ഇത്തരത്തിൽ അയാളുടെ സ്ഥാപനം കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഈ ക്രൂര പീഡനങ്ങളെയും ഒക്കെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ ജനൻ ടി വിക്കെതിരെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ആ സംഭവങ്ങളൊക്കെ വഴിമാറ്റി വിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രതിഷേധങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികളടക്കം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ വീണു പോകാതെ അവർ കൃത്യമായിട്ട് ഈ ബിനു പാസ്റ്റർക്കെതിരായിട്ടൊക്കെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ പാസ്റ്ററുടെ അനുയായികളാണ് വ്യാജമായിട്ട് മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനൻ ടി വിക്കെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒപ്പം ജനൻ ടി വി വാർത്തകൾക്കെതിരായിട്ട് ഈ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. സത്യം മനസ്സിലാക്കിയിട്ടുള്ള യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾ എന്തായാലും ഈ പാസ്റ്റർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയാൾക്കെതിരെ വലിയ പ്രതിഷേധവും പരാതികളുമായിട്ട് രംഗത്തുണ്ട് താനും. അശ്വതി, തീർച്ചയായും ഗോകുൽ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഗോകുൽ തുടരുക. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം പ്രേക്ഷകർ ഒന്ന് കാണണം. കാരണം ഇതൊന്നും അറിയില്ല എന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ നോക്കിയിട്ട് പറയാം. വിവരങ്ങളുമായി വീണയുണ്ട്. വീണ, ചെന്നിത്തലയുടെ പ്രതികരണം ശരിക്കും നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാടകം എന്ന് പറയുന്നത് എത്ര മനോഹരമായാണ് ആ ചോദ്യത്തെ വളരെ പെട്ടെന്ന് ആ ചോദ്യത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇദ്ദേഹത്തിനെ ബിനു വാഴമുട്ടത്തിനെ അറിയത്തില്ല, ഈ CV വടവനെ അറിയില്ല, ഈ വിവാദത്തെ പറ്റി അറിയില്ല, ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഭീഷണി മുഴക്കി ഇവരെ പറ്റി ഒന്നും അറിയത്തില്ല. ആഭ്യന്തരമന്ത്രിക്ക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നൽകിയിട്ടുമില്ല. എങ്ങനെയാണ് ചെന്നിത്തലയുടെ ഈ പ്രതികരണത്തെ നോക്കിക്കാണുന്നത്? ചെന്നിത്തലയ്ക്ക് ഭയമാണോ ഇവരെയൊക്കെ? ആ ചോദ്യം പ്രധാനപ്പെട്ടത് തന്നെയാണ് അശ്വതി. ഒപ്പം തന്നെ അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ഈ സർക്കാരിലും ആഭ്യന്തര വകുപ്പിലും പോലീസിലും അടക്കം ഈ സ്വാധീനമുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒഴിഞ്ഞുമാറലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതെന്നുള്ളത്. കാരണം നിരവധി പരാതികൾ വരുന്നു, തെളിവുകൾ വരുന്നു. ഒപ്പം തന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന വനിതകളടക്കം രംഗത്തെത്തി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നിരവധി തവണ ജനൻ TV അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നൽകുകയും ആഭ്യന്തരമന്ത്രി ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞിരുന്ന ആഭ്യന്തരമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയപ്പോൾ ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. വലിയ തരത്തിൽ ഈ ഒരു അഭയ കേന്ദ്രത്തിൽ, അതായത് ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിഷയങ്ങൾ വന്നിരുന്നു. 17കാരൻ അടക്കം നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയിരുന്ന ഇടപെടൽ പോലും ഇപ്പോഴും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പരാതികളിൽ എന്ത് നടപടി സ്വീകരിച്ചു? മൊഴിയെടുക്കൽ നടപടികളിലേക്ക് കടന്നു. തുടരന്വേഷണം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ബിനു പാസ്റ്ററിനെതിരെ നടപടിയെടുക്കാത്തതെന്നുള്ള വലിയ ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു മറുപടിയില്ല. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന സമീപനമാണ് സംസ്ഥാന പോലീസ് സേനയ്ക്കും ആഭ്യന്തര വകുപ്പിനും ഉള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ പാസ്റ്ററിന്റെ സാമ്പത്തിക ശക്തിയോ അല്ലെങ്കിൽ ബന്ധങ്ങളെയോ സംസ്ഥാന സർക്കാരിന് പോലും ഭയമാണോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനും ഈ സർക്കാരിന് പേര് പോലും പാസ്റ്ററിന് സ്വാധീനമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പരാതികൾ മാത്രമല്ല, പഞ്ചായത്തിന്റെ അനുമതിയില്ല, അത്തരത്തിലുള്ള അനധികൃതമായി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രാർത്ഥനാലയങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഏത് തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള വിഷയങ്ങളിലും ഈ സമൂഹത്തിന് വെല്ലുവിളി നിരത്തുന്ന, സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നടപടിയെടുക്കുമെന്ന അധികാരത്തിലേറ്റപ്പോൾ തന്നെ സാമൂഹ്യ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുവെന്നാണ് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. പക്ഷേ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നിൽക്കുമ്പോൾ സമൂഹത്തിലെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന, ഗുരുതരമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവിടെ പ്രാർത്ഥനകൾ നടത്തി വേദനകളിൽ നിന്നും രക്ഷിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുള്ള മതപരിവർത്തനത്തിനടക്കം വിധേയമാക്കുമ്പോൾ ആഭ്യന്തര വകുപ്പടക്കം ഇതിൽ കണ്ണടയ്ക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള തെളിവ് തന്നെയാണ്, അതിനുള്ള മൗനം തന്നെയാണ് ഏറ്റവും വലിയ തെളിവായിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിയുടെ മൗനം ചില വെല്ലുവിളികളാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സാമൂഹിക സുരക്ഷയൊപ്പം തന്നെ ജനജീവിതത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, പദ്ധതികളൊക്കെ സംസ്ഥാനത്ത് ഈ ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. തൂഫാൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ലഹരി വിരുദ്ധ ഭാഗമായിട്ട് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷയ്ക്കായി സർക്കാർ എന്ത് പ്രാധാന്യം നൽകുന്നു? ഇത്തരത്തിലുള്ള പാസ്റ്ററുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന്, ഇത്തരത്തിൽ ഈ മാനസികമായി ശാരീരികമായി ആൾക്കാരെ പീഡിപ്പിച്ചുകൊണ്ട് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതുകൊണ്ട് തെറ്റായ
സന്ദേശം നടത്തി തെറ്റായ ആശയം പ്രകടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പാസ്റ്ററെ പോലുള്ള അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും എന്തിനാണ് ആഭ്യന്തര വകുപ്പ് കുട പിടിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ല. ആഭ്യന്തരമന്ത്രി ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി പോലുമില്ല. കേസെടുത്തോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണം ഏതുവരെയായി, ആദ്യം എടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, ബിനു പാസ്റ്ററിൽ നിന്ന് മൊഴിയെടുത്തോ, അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമോ, തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ധാരണയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സാമൂഹ്യ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഈ സമൂഹത്തിന് സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു എന്ന് പോലും, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എന്ത് പ്രാധാന്യം നൽകുന്നു എന്നുള്ള ചോദ്യങ്ങൾ കൂടി ബലപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതിൽ ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലും വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്ന സാഹചര്യമുണ്ട്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഈ ഉദാസീന മനോഭാവം അത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കുന്നുമുണ്ട്. അശ്വതി, തീർച്ചയായും വീണ, വിവരങ്ങൾ വ്യക്തമാണ്. ഇത്രയധികം തെളിവുകളുള്ള ഒരു പ്രതിയെന്ന് വിളിക്കാൻ പറ്റില്ല, കൊടും ക്രിമിനലാണ്. ആ കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ സജീവമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിലെത്തുന്ന മുൻപ് UDF-ന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരളം ജയിക്കും, UDF നയിക്കുമെന്നാണ്. UDF ആരെ നയിക്കും എന്നൊരു ചോദ്യം കൂടി നമ്മളന്ന് ഉയർത്തണമായിരുന്നു. UDF നയിക്കുന്നത് ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെയാണ്. അപ്പം സജി ചെറിയാനായിക്കോട്ടെ, വീണ ജോർജ് ആയിക്കോട്ടെ, അങ്ങനെ ഇടതുപക്ഷത്തിലെ സഖാക്കളും ഇത്തരത്തിൽ ഈ രണ്ടുപേരെയും പാലൂട്ടി വളർത്തുകയാണ്. ബിനു വാഴമുട്ടത്തിനെ ആയിക്കോട്ടെ, CV വടവനെ ആയിക്കോട്ടെ. അങ്ങനെ മതപരിവർത്തനം നടത്താൻ കേരളത്തിൻ്റെ മണ്ണ് ഒരുക്കി നൽകിയിരിക്കുന്നത് നമ്മളൊക്കെ വിരലിൽ മഷി പുരട്ടി അധികാരത്തിലെത്തിച്ച അതേ നേതാക്കൾ തന്നെയാണെന്നുള്ള വാസ്തവം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്.